എന്നെ സംബന്ധിച്ച് കവടിയാർ പുതിയൊരു സ്ഥലമല്ല. എനിക്ക് വളരെ പരിചിതമായ ഒരു സ്ഥലം തന്നെയാണ് കവടിയാർ എന്ന് പറയുന്നത്. 2015 ഞാൻ യാദൃച്ഛികമായിട്ട് ദേശീയതയുടെ ഏറ്റവും വലിയ പ്രസ്ഥാനമായ BJPയുടെ ഒരു സ്ഥാനാർത്ഥിയായി. അന്ന് നമ്മൾ അപ്രതീക്ഷിതമായ ഒരു വിജയം നേടാൻ വേണ്ടി സാധിച്ചു. ആ 2015-20 കാലഘട്ടത്തിൽ പാങ്ങോട് വാർഡിലെ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ആ ഒരു പരിണിത ഫലം ശാസ്ത്രമൂലത്തുകാർ മനസ്സിലാക്കി. അവർ എന്നെ അവിടെ സ്വീകരിച്ചു, അവിടെയും വിജയിപ്പിച്ചു. ആ ശാസ്ത്രവന വാർഡിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമല്ല, അവിടുത്തെ ജനങ്ങളുമായിട്ട് എൻ്റെ ഇടപെടലുകൾ, അവരുമായിട്ടുള്ള സമീപനം, എൻ്റെ പ്രസ്ഥാനം എനിക്ക് നൽകിയ നിർദ്ദേശം ഞാൻ പാടെ അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് അവിടെ പൂർണ്ണമായും ജനങ്ങളോട് എനിക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിച്ചു. രാഷ്ട്രീയ, ജാതി, മത, വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരെയും എനിക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിച്ചു. അവരെല്ലാം എന്നെ സ്വീകരിച്ചു. അത് കണ്ടിട്ടായിരിക്കണം നമ്മുടെ എല്ലാ നേതാവായ കേരളത്തിൻ്റെ അഭിമാനമായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി എന്നോട് കവടിയാർ വാർഡിൽ മത്സരിക്കണമെന്ന് അദ്ദേഹം പ്രത്യേകം താല്പര്യമെടുത്ത് പറയുകയുണ്ട്. അങ്ങനെയാണ് ഞാൻ കവടിയാർ വാർഡിൻ്റെ സ്ഥാനാർത്ഥിയായത്. മാത്രമല്ല, കവടിയാർ വാർഡിൽ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ തന്നെ വലിയൊരു ഇവിടെയുള്ള പ്രവർത്തകർ, നമ്മുടെ ഏറ്റവും സീനിയറായിട്ട് ചിത്രാലയം രാധാകൃഷ്ണൻ ചേട്ടൻ ഉൾപ്പെടെയുള്ള വലിയൊരു പ്രവർത്തകർ എൻ്റെ മുന്നിലും പിന്നിലും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്കൊരു നല്ലൊരു കവചം തീർത്തുകൊണ്ടാണ്. കവചമെന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ സുരക്ഷയല്ല, എനിക്ക് വോട്ട് സംഭരിച്ച് തരാനായിട്ടുള്ള രീതിയിലുള്ള കവചം തീർത്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ സജ്ജമാക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വിജയിക്കുമെന്ന് പറയുന്നത് യാതൊരു സംശയമില്ല. നമ്മൾ മത്സരത്തെ ഒന്നും കുറച്ച് കാണുന്നില്ല. മത്സരം ത്രികോണം ആയിരിക്കാം, അതൊക്കെ നമ്മൾ അതിനൊന്നും കുറച്ച്, എല്ലാ സ്ഥാനാർത്ഥികളും വളരെ കഴിവുള്ള സ്ഥാനാർത്ഥികളാണ്. ആരെയും നമ്മൾ കുറ്റം പറയാനോ അല്ലെങ്കിൽ വ്യക്തിഹത്യ ചെയ്യാനോ ഞാൻ താല്പര്യപ്പെടാറില്ല. അങ്ങനെ ഒരു കാര്യത്തിൽ ഞാൻ കിടക്കാറില്ല. രാഷ്ട്രീയപരമായിട്ട് നമ്മൾ ആശയ വ്യത്യാസമുള്ള തന്നെ ഒരാളെയും വ്യക്തിഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ ആരെയും കുറച്ച് കാണാനായിട്ട് ഒരു അങ്ങനെയുള്ള സ്വഭാവം എനിക്കില്ല. നമ്മുടെ പ്രസ്ഥാനത്തിനും ഇല്ലത്, അങ്ങനെയില്ല. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ മത്സരം ത്രികോണ മത്സരം ആണെന്ന് തന്നെയാണ് പൊതുവെയുള്ള ഒരു ധാരണ. ത്രികോണ മത്സരം ആണെങ്കിൽ തന്നെയും മറ്റ് സ്ഥാനാർത്ഥികൾ മികവുറ്റതാണ് എന്ന് അവർ പറയുകയും നമ്മളത് കുറച്ച് കാണുന്നില്ലെങ്കിൽ തന്നെയും വിജയം BJPയുടെ സ്ഥാനാർത്ഥിയായ S. മധുസൂദനൻ നായർക്ക് തന്നെ ആയിരിക്കും എന്നുള്ളത് പൂർണ്ണ വിശ്വാസമാണ്. ജനങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്നത് നരേന്ദ്രമോദിയെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു സ്ഥാനാർത്ഥി ആയാലും നമുക്ക് അഭിമാനമാണ്. അതുകൊണ്ട് അതാണ് ഏറ്റവും കൂടുതൽ ആദ്യം ജനം അംഗീകരിക്കുന്നത്. നരേന്ദ്രമോദിജിയാണ് ആദ്യം അംഗീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയാണ് BJPയുടെ ഏറ്റവും വളർച്ചയ്ക്ക് ഏറ്റവും വലിയ ഘടകം എന്നുള്ളത് പ്രധാനം തന്നെയാണ്. അപ്പോൾ ജനങ്ങൾ അത് പ്രധാനമായിട്ട് ഘടകം. രണ്ടാമത്, കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ 2015-20 കാലഘട്ടത്തിലും 20-25 കാലഘട്ടത്തിലും നഗരസഭയിലെ കൗൺസിലറായിരുന്ന അവസരത്തിൽ ജനങ്ങളുടെ ജനദ്രോഹകരമായ പരിപാടികൾ മാത്രമേ അവർ നടപ്പിലാക്കുള്ളൂ. ജനക്ഷേമകരമായ പരിപാടികൾക്ക് അവർ യാതൊരു പ്രാധാന്യം നൽകാറില്ല. അതിനുവേണ്ടി ജനദ്രോഹകരമായ കാര്യങ്ങൾ കൗൺസിലിലും ഒപ്പം തന്നെ ഞാൻ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായിരുന്നു. അതിലൊക്കെ അവതരിപ്പിക്കുന്ന അവസരത്തേക്ക് നമ്മൾ ആ ജനത്തിനെ ദ്രോഹപ്പെടുത്തുന്ന കാര്യങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ചർച്ചകൾ കൊണ്ടുവരുമ്പോഴും അത് പ്രമേയമായിട്ടും മറ്റൊക്കെ കൊണ്ടുവരുമ്പോഴും കൗൺസിലൊക്കെ വരുമ്പോഴും നമ്മൾ അതിനെ പരിപൂർണ്ണമായി എതിർക്കാറുണ്ട്. പക്ഷേ അതൊന്നും വകവയ്ക്കാറില്ല. കാരണം അവർക്ക് ഭൂരിപക്ഷം ഉണ്ടല്ലോ. 2015-20 കാലഘട്ടത്തിൽ 44 പേരെ ഉണ്ടായിരുന്നുള്ളൂ LDFന്. അന്ന് 21 ഉണ്ടായിരുന്ന UDFൻ്റെ പിന്തുണയുടെ കൂടെ അവർ 5 വർഷം ഭരിച്ചത്. അതേ തുടർന്ന് തന്നെയാണ് തുടർന്ന് 21 10ലേക്ക് LDF താഴെ പോവുകയും ചെയ്യണം. അപ്പോൾ അവർക്ക് പിന്നെയാണ് മനസ്സിലായത് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയൊരു പാതകമാണെന്ന് UDFന് പിന്നെ മനസ്സിലായി. അതവർ പല വേദിയിലും ഒക്കെ പറയാറുണ്ട്. ഞങ്ങളാണ് നിങ്ങളെ കഴിഞ്ഞ 5 വർഷക്കാലം 2015-20 കാലഘട്ടത്തിൽ നിങ്ങളെ താങ്ങി നിർത്തിയ ഞങ്ങളാണ്. അതുകൊണ്ട് അതിൻ്റെ പരിണിത ഫലം ഞങ്ങൾ അനുഭവിച്ചു എന്ന് അവർ പറയാറുണ്ട്. അവർ തുറന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ തന്നെ ഇവിടെ ഏതെങ്കിലും സ്ഥലത്ത് ഈ 101 വാർഡുകളിൽ കോൺഗ്രസും അതുപോലെ തന്നെ CPM ചേർന്ന് ഇവിടെ ഇന്ത്യ മുന്നണി ഉണ്ടാകുന്നുള്ള ഒരു സംശയമില്ല. എല്ലാവരും പറയുന്നത് കേരളത്തിന് അപ്പുറത്ത് മാത്രം ഇല്ല, കേരളത്തിലായി BJP അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു തന്ത്രം അവരിപ്പോഴേ തീർച്ചയായും മെനയുന്നുണ്ട്. അങ്ങനെ ഇന്ത്യ സഖ്യം ഇവിടെ കേരളത്തിൽ വന്നു തുടങ്ങി, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് വന്നു തുടങ്ങി. അപ്പോൾ എന്തായാലും ഇതൊക്കെ ജനങ്ങൾ കാണുകയില്ല. ജനങ്ങൾക്കറിയാമല്ലോ കഴിഞ്ഞ 5 വർഷക്കാലം ആര്യ രാജേന്ദ്രൻ മേയറായിരുന്ന അവസരത്തിലുണ്ടായ ആ വിഷയങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ തീരാത്ത അത്ര എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. അതെല്ലാം ജനദ്രോഹകരമായതാണ്. ജനക്ഷേമകരമായ വിഷയങ്ങൾക്ക് ഒരു പ്രാധാന്യം നൽകാതെ അവർക്ക് അവരുടെ കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നുള്ള പദ്ധതികളും മറ്റു കാര്യങ്ങളാണ്. ആ രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു ഉണ്ടായിരുന്നത്. അത് അവരുടെ പ്രസ്ഥാനത്തിന് മനസ്സിലായിട്ടുണ്ട്. ആര്യരാജൻ്റെ ഭരണവീഴ്ച ആ പ്രസ്ഥാനത്തിന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആര്യരാജനെക്കുറിച്ച് യാതൊരു അറിവും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട് BJP തന്നെ അധികാരത്തിൽ വരണം. ഇത് BJP വന്നില്ല എങ്കിൽ ഈ തിരുവനന്തപുരം
ഇനിയും പഴയതിൽ നിന്ന് താഴേക്ക് പോകുന്നത് ജനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും BJP 60-65 സീറ്റിനോളം മേളിലോട്ട് വന്ന് നമ്മുടെ തിരുവനന്തപുരം നഗരസഭ അനന്തപത്മനാഭൻ കുടികൊള്ളുന്ന അനന്തപുരിയുടെ തിരുവനന്തപുരം നഗരസഭയിൽ BJPയുടെ മേയർ ഉണ്ടാകും. BJP അധികാരത്തിൽ വരുമെന്നതിന് യാതൊരു സംശയമില്ല. അത് ജനങ്ങൾ, വോട്ടർമാർ, പൊതുസമൂഹം തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുക. ഇനി 9-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിയുക, 13-ാം തീയതി അതിൻ്റെ ഫലം അറിയുക എന്നുള്ളത് മാത്രമേ ഇനി വിലയിരുത്താനുള്ളൂ. അത് കാണാൻ മാത്രമേ ഇനി നമുക്ക് ജനങ്ങൾ നോക്കിയിരിക്കുന്നുള്ളൂ.